अच्छा नहीं है, ज़्यादा अच्छा नहीं लगा। क्या क्या प्रॉब्लम भाई? हम जैसा होना चाहिए था वैसा नहीं है, रोमांटिक जैसा होना चाहिए था वैसा नहीं है, फीलिंग नहीं आता। आप जानवी के परफॉर्मेंस के बारे में कुछ बताओ, जानवी ने कैसा किया? हाँ, पहले से भी थोड़ा बेटर है। सिद्धार्थ का वही पहले जैसा ही है, वो अच्छा है. ഒരു വ്യക്തിത്വമില്ലാത്ത ക്യാരക്ടേഴ്സിനെ കൊണ്ടത്. പിന്നെ ഒരു പ്ലസ് എന്ന് പറയാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പുറത്തു നിന്നുള്ള കാണുമ്പോൾ കേരളത്തിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി, കൾച്ചറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വേറെ ഏതോ യൂണിവേഴ്സിലുള്ള കേരളമാണ്. നമ്മളെ നാരങ്ങ സ്പൂൺ ഓട്ടം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വലിയൊരു ഇവൻ്റ് അടക്കം പോലെയൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ റെഫറിയേറ്റൊക്കെ ഇയാൾ വരണുണ്ട്, നമ്മുടെ രഞ്ജി പണിക്കർ. ഗോദയിൽ ഗുസ്തിയാണെങ്കിൽ ഇതിൽ കളരി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നാട്ടുകാരൊക്കെ ഞങ്ങൾ മലയാളികളാണ്, ഗുണ്ടകളല്ലാതെ അവരോടൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു നോക്കി. ഇതൊക്കെ തന്നെ. പിന്നെ കുറേ കളർഫുള്ളാണ്, കളർഫുൾ സൗണ്ടും മ്യൂസിക്കൊക്കെ നല്ല രസമുണ്ട്. വിഷ്വലിയുടെ മനക്കട്ടാരി കണ്ടോണ്ടിരിക്കുക. അതായത് ഒരു കൺസിസ്റ്റൻസി, ക്യാരക്ടർ കൺസിസ്റ്റൻസി, ഒരു പ്രേമമുണ്ട്, വേറെ മൊന്നേഷ് കഥാപാത്രമുണ്ട്. ഇവരുടെ ക്യാരക്ടർ എന്തിനാണെന്ന് അവന്മാർ എഴുതിയെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഒരു ടിപ്പിക്കൽ ഒരു റൊമാൻറ്റിക് പടം. കേരളത്തിൽ പടം മൊത്തം കേരളമുണ്ട് കേട്ടോ. ഒരു 99% കേരളത്തിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു എയർപ്ലെയിൻ വെച്ചിട്ട് ഒരാൾ മലയാളിയാണ് പോയി സംസാരിക്കുന്നത്. അയാൾ ഒരു കറുത്ത് വയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അവന്മാർ മൊത്തത്തിലുള്ളൊരു ചിന്താഗതിയുണ്ട്, മലയാളം ഇങ്ങനെയാണ്. അതുപോലെ ഒരു ടാക്സി ഡ്രൈവർ വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന റെസ്പെക്ട് എടുക്കുമ്പോൾ ലിറ്ററസി 100% ലിറ്ററസി പറഞ്ഞിട്ട് ഉടനെ വെള്ളം അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണം, തിരിച്ചുകൊണ്ടോണ്ട്. നമ്മളെ കാലത്തിൽ ഇതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയുണ്ട്, കുഴപ്പമില്ല. ഈ മലങ്കൾട്ടായിട്ട് നമുക്ക് ബോറൊന്നും അടിച്ചില്ല കണ്ടോട്ട്. റൊമാൻറ്റിക് മൂവീസ് ഇഷ്ടമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മീൻസ് ജാൻവിയുടെ വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് ട്രോൾ ചെയ്യുന്നുണ്ട്, അത് മീൻസ് മലയാളം പറയുന്നതിനെ പറ്റി. പക്ഷെ അത് പറയുന്നുണ്ടല്ലോ, ഹാഫ് ടംലിയൻ ആൻഡ് ഹാഫ് മലയാളി. അപ്പോൾ അവർ ആ വിധത്തിലല്ലേ സംസാരിക്കുള്ളൂ. ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. എടുത്തു പറയത്ത അവരുടെ രണ്ടുപേരുടെയും, സിദ്ധാർത്ഥൻ ജാൻവി നല്ല കെമിസ്ട്രിയാണ്. സോങ്സ് വളരെ നല്ലതാണ്. സോങ്സ് റൊമാൻറ്റിക് സോങ്സ്, പ്രത്യേകിച്ച് ലാസ്റ്റിലുള്ള ബീഗി സാടി മറ്റേതും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആദ്യത്തേത്. മലയാളി ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണെന്ന്. പക്ഷെ എന്തായാലും നോർത്തിൽ ഇത് വളരെ ഹിറ്റാവും. നല്ലതായിട്ടുണ്ട്. റൊമാൻറ്റിക് കോമഡിയും കൂടെ ആയതുകൊണ്ട്. സാധാരണ എല്ലായിടത്തും റൊമാൻസ് മാത്രമേ കാണത്തുള്ളൂ, കോമഡി കാണത്തില്ല. ഇത് റൊമാൻസും കോമഡിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ചിരിക്കാനും ഉണ്ട്, എൻ്റർടൈൻമെൻറ്റുമാണ്. അതാണ്.